ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൗകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല, നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പര്യത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി N ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ ജൂലൈ 7 ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.